Hi. So ഞങ്ങൾ നിങ്ങളെ പ്രോമിസ് ചെയ്ത പോലെ we are back with our next video which is on the Chan. Yeah, the Chan. Okay, നമ്മുടെ ചാൻഡ് നിങ്ങൾക്കറിയാം യൂറോപ്യൻ ക്ലബ്സ് എല്ലാം വി ഹാവ് ചാൻസ് റൈറ്റ്. യൂറോപ്യൻ ക്ലബ്സിനെല്ലാം ചാൻഡ് ഉണ്ട്. നിങ്ങൾ അവരുടെ ഗെയിം കാണുമ്പോൾ തന്നെ അറിയാം, അവർ ഇരുന്ന് പാടി ആസ്വദിച്ച് പാട്ടൊക്കെ എല്ലാവരും ഒരേപോലെ പാട്ട് പാടി. മാൻ യുണൈറ്റഡിന്റെ പാട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. ഗ്ലോറി ഗ്ലോറി മാൻ യുണൈറ്റഡ്, ഗ്ലോറി ഗ്ലോറി മാൻ യുണൈറ്റഡ്, ഗ്ലോറി ഗ്ലോറി മാൻ യുണൈറ്റഡ്, the Reds keep marching on. ഓക്കെ, വലിയ കറുപ്പ് വലിയ കാര്യമുണ്ട്. ഓക്കെ, ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കവലേശ്വരം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഞങ്ങൾ കവലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു തോടുണ്ട്. തോട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഞങ്ങൾ കളിച്ചു നീന്തി വളർന്ന സ്ഥലമാണ്. പുഴയിൽ നമ്മൾ കളിക്കാറുണ്ടല്ലോ, ഓടിത്തോട്ടൊക്കെ കളിച്ച്. നീന്തിത്തോട്ട്, സോറി, നീന്തിത്തോട്ടൊക്കെ തലേത്തോട്ട് ഇങ്ങനെ തൊട്ടേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ജീവനെ നമ്മളിവിടെ വെള്ളത്തിൽ മുക്കി കൊല്ലാറുള്ളല്ലേ. അടൂനെ നമ്മള് വെള്ളത്തിൽ മുക്കി കൊല്ലാറൊക്കെ ഉള്ളതാണ്. അതെ, അതാണ് അടു. ഇവിടെയാണ് വെള്ളത്തില് ജിത്തുവിനെ കൈ കാണിച്ചപ്പോഴത്തേക്കും വീണത്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് അവിടെ ഇവിടെ ജിത്തുവിനെ ഹായ് കാണിച്ച് നേരെ വെള്ളത്തില്. ഓക്കെ, ഫൈൻ. അത് കഴിഞ്ഞിട്ട് ഓക്കെ, നമ്മളപ്പം ടോപ്പിക്കിൽ നിന്ന് പോയി. അപ്പം നമ്മള് നമ്മുടെ ക്ലബിന് വേണ്ടി പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഈ ഇംഗ്ലീഷ് ക്ലബ്സ് ഒക്കെ പാട്ടുണ്ടാക്കി വെച്ചേക്കുന്നൊക്കെ അവരുടെ ഒരു രാജ്യം പാടി നമ്മള് ഇംഗ്ലീഷ് ശബ്ദം പറയരുത്. അവര് പാട്ടുണ്ടാക്കിയേക്കുന്നത് അവരുടെ നാടൻ പാട്ട്. കൊക്കല്ലേ, സൈബീരിയൻ കൊക്ക. ഇപ്പൊ വന്നാ സോറി, ടോപ്പിക്കിൽ നിന്ന് വീണ്ടും പോയി. ഇതാണ് ഞങ്ങളുടെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോഴും ടോപ്പിക്കിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ എടോ മതിയാക്ക്. അവര് പാട്ട് പാടണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നാടൻ പാട്ടുകളുടെ ട്യൂൺ എടുത്തിട്ട് അവര് ലിറിക്സ് കയറ്റിയാണ് പാടുന്നത്. അപ്പൊ അതേപോലെ നമ്മുടെ ഒരു നാടൻ പാട്ട് എടുത്ത് രാജീവ് അതിന് ലിറിക്സ് ചെയ്തിട്ടുണ്ട്. ലിറിക്സ് ജസ്റ്റ് ഒന്ന് വായിച്ചേ രാജീവ്. പച്ചപ്പുല്ലിൻ മെത്ത വിരിച്ച്, അതായത് പച്ചപ്പുല്ലിൻ മെത്ത വിരിച്ച് നമ്മുടെ ഗ്രൗണ്ടില് ടർഫില് കൊമ്പന്മാര് നെഞ്ചു വിരിച്ച്, നമ്മുടെ ടീം നെഞ്ചു വിരിച്ച്, മഞ്ഞ നിറം വാരി വിതറിയ മൈതാനം കണ്ടു. നമ്മൾ നിൽക്കുന്ന മൈതാനം കണ്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൈതാനം കണ്ടു. പിന്നെ റിപ്പീറ്റ്, മഞ്ഞ നിറം വാരി വിതറിയ മൈതാനം കണ്ടു. ചെറിയ ലിറിക്സ് ആണ്, നിമിഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും പാടാവുന്ന ഇതാണ്. അപ്പൊ രാജീവ് ഒന്ന് പഠിക്കുക. എന്നിട്ട് ഈ മൈനർ പിന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായി കേട്ട ട്യൂണാണ് നമ്മുടെ ലൈക്ക് കൈതോല പായ വിരിച്ച്, നായിടങ്ങഴി മുത്തു വിരിച്ച്, അതന്നെ താലി കെട്ടാൻ എപ്പോ അമ്മമാര് പൊന്നെ, താലി കെട്ടാൻ പറഞ്ഞാലും കുഴപ്പമില്ല. അല്ല, ചാൻഡ് എപ്പോഴും അങ്ങനെ അവരുടേതായ നാട്ടിലെ സ്വന്തം നാടൻ പാട്ട് എടുത്തിട്ട് എല്ലാവർക്കും അറിയാവുന്ന ട്യൂൺ എടുത്തിട്ട് അവരുടെ ടീമിന് പറ്റിയ ലിറിക്സ് ഇട്ട് ആണ് അവർ ഗെയിമിന് ചാൻഡ് ഉണ്ടാക്കുന്നത്. ഏത് ക്ലബിന്റെ അടുത്ത് നോക്കിയാലും നമ്മൾ അങ്ങനെ തന്നെ കാണാം. സോ ഇത് നമ്മുടെ നാടൻ പാട്ട് എടുത്ത് നമ്മൾ നമ്മുടെ ചാൻഡ് ഉണ്ടാക്കിയേക്കുക. ജസ്റ്റ് സിംഗ്. ഓക്കെ, ഗോ. പച്ചപ്പുല്ലിൻ മെത്ത വിരിച്ച്, കൊമ്പന്മാരും നെഞ്ച് വിരിച്ച്, മഞ്ഞ നിറം വാരി വിതറിയ മൈതാനം കണ്ടോ, മഞ്ഞ നിറം വാരി വിതറിയ മൈതാനം കണ്ടോ. ആ ഏ ഓ, one more time. ആ ഏ ഓ, പച്ചപ്പുല്ലിൻ മെത്ത വിരിച്ച്, കൊമ്പന്മാരും നെഞ്ചു വിരിച്ച്, മഞ്ഞ നിറം വാരി വിതറിയ മൈതാനം കണ്ടോ, മഞ്ഞ നിറം വാരി വിതറിയ മൈതാനം കണ്ടോ. ആ ഏ ഓ, ആ ഏ ഓ. കൊളായെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ലിറിക്സ് ഒരു പ്രാവശ്യം കൂടി. ഇത് നമ്മൾ കളി തുടങ്ങുന്ന ടൈമിൽ നമ്മൾ പാടുന്ന പാട്ടാണ്. മറ്റേ ടോൺ മനസ്സിലായില്ലേ?
മറ്റേ നമ്മുടെ ആ ട്യൂൺ തന്നെയാണ്. അതിന് ലിറിക്സ് ഇതാണ്: പച്ചപ്പുല്ലിൻ മെത്ത വിരിച്ച് കൊമ്പന്മാരും നെഞ്ചു വിരിച്ച്. ഒന്ന് പറഞ്ഞേ, പച്ചപ്പുല്ലിൻ മെത്ത വിരിച്ച് കൊമ്പന്മാരും നെഞ്ചു വിരിച്ച് മഞ്ഞ നിറം വാരി വിതറിയ മൈതാനം കണ്ടു. അത്രേ ഉള്ളൂ ട്യൂൺ. അപ്പൊ നിങ്ങളിത് എല്ലാം എന്നാണ് പാട്ട് ലിറിക്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാട്ട് കളി തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റേഡിയത്തിൽ ഈ പാട്ട് പാടാവുന്നേ ഉള്ളൂ. നിസ്സാര കാര്യമാണ് മഹേഷേട്ടാ, യു ക്യാൻ കമോണ്ടർ മഹേഷ്, യു ക്യാൻ ഡു ഇറ്റ്. അതന്നെ, ആ ലെവലാണ്. ഒരു പ്രാവശ്യം കൂടെ ഈ മാനർ. എന്റെ ഗിറ്റാർ കേട്ട് ആരും പേടിക്കരുത്, ഇതിപ്പോ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത്. അയ്യോ, പച്ചപ്പുല്ലിൻ മെത്ത വിരിച്ച് കൊമ്പന്മാരും നെഞ്ചു വിരിച്ച് മഞ്ഞ നിറം വാരി വിതറിയ മൈതാനം കണ്ടോ. മഞ്ഞ നിറം വാരി വിതറിയ മൈതാനം കണ്ടോ. ആ ഏ ഓ ആ ഏ ഓ. പച്ചപ്പുല്ലിൻ മെത്ത വിരിച്ച് കൊമ്പന്മാരും നെഞ്ചു വിരിച്ച് മഞ്ഞ നിറം വാരി വിതറിയ മൈതാനം കണ്ടോ. മഞ്ഞ നിറം വാരി വിതറിയ മൈതാനം കണ്ടോ. ആ ഏ ഓ ആ ഏ ഓ. അപ്പം അതാണ് ഞങ്ങളുടെ ആദ്യത്തെ പാട്ട്. ലേൺ ദിസ്, എൻജോയ്. നമുക്കിത് സ്റ്റേഡിയത്തിലൊക്കെ പാടി അടിപൊളിയാക്കാം, ആഘോഷിക്കാം. നമുക്ക് എല്ലാവരും കൂടെ അവിടെ 1 2 3 4 ആ ഏ ഓ ആ ഏ ഓ. ഇതേപോലെ കൈയടിച്ചൊക്കെ പാടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കോ, ചാൻസ് അബൌട്ട് ചാൻസ്, ഓരോ ടീമിന്റെ ചാൻസ് ഒക്കെ നോക്കിക്കോ, അടിപൊളിയായിരിക്കും. ചാൻസ് എന്ന് പറയണത് നല്ല രസമായിരിക്കും. ഇതുപോലെ പാട്ടുകളായിരിക്കും. നമുക്ക് ഇതുപോലെ ചാൻസ്, ഇന്ത്യയിലെ ആദ്യത്തെ ക്ലബ്ബായിരിക്കണം ഇങ്ങനെ ചാൻഡ് ഒക്കെ ചെയ്യാൻ വേണ്ടി. നമ്മളായിരിക്കണം. നമ്മളെ കേട്ടിട്ട് ബാക്കിയുള്ള ക്ലബ്ബൊക്കെ പോകണം. അവിടെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിന്റെ വിജയം നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലാഷ് ലൈറ്റ് നമ്മൾ ഇറക്കി, ഫ്ലാഷ് ലൈറ്റ് മെക്സിക്കൻ വേവ്സ് ഇറക്കി. അത് ലോകത്ത് തന്നെ ഏകദേശം ആദ്യത്തെ ആയിരുന്നു. 3 റോയും ഒരുമിച്ച് ഫ്ലാഷ് ലൈറ്റ്. അത്രയും സ്റ്റേഡിയം ഓൾമോസ്റ്റ് ഒരു 60,000 ആൾക്കാരാണ്. അതെ, 60,000 ആൾക്കാർ ഓൺ ആൻ ആവറേജ്. 60,000 ആൾക്കാർ മെക്സിക്കൻ വേവ്സ് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ചെയ്ത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻ ദ ഹോൾ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇന്ത്യയിൽ ഫസ്റ്റ് ആയിരിക്കണം. നമ്മൾ ഇന്ത്യയിൽ ക്ലബ്ബുകളിൽ ചാൻസിൽ നമ്മളായിരിക്കണം, കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കണം ആദ്യം വരേണ്ടത്. നമ്മൾ ചാൻഡ് ഇറക്കണം നമ്മുടെ ക്ലബിന് വേണ്ടി, ചിയർ ചെയ്യണം. നമ്മളൊരു 50-100 പേര് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി. 10 പേര് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഞങ്ങൾ ഇരിക്കണതിൻ്റെ ഒപ്പം ഞങ്ങളെ ട്വീറ്റ് ചെയ്യാം. ഞങ്ങൾ ഇരിക്കണതിൻ്റെ അടുത്ത സീറ്റ് നിങ്ങൾ പിടിച്ചാൽ മതി. ഒരു 10 പേര് ഞങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ പാട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഞങ്ങളുടെ ഒപ്പം പാട്ട് പാടണമെന്ന് ആഗ്രഹമുള്ളവരെ ഞങ്ങൾ ട്വീറ്റ് ചെയ്യാം. ഞങ്ങൾ ഏത് സീറ്റിലായിരിക്കാൻ പോകുന്നതെന്ന് ട്വീറ്റ് ചെയ്യാം. ഗെയിമിന് മുമ്പ് നിങ്ങളെല്ലാവരും അവിടെ വന്നിരിക്കുക, ഞങ്ങളുടെ ചുറ്റും ഇരിക്കുക. ഞങ്ങളുടെ ചുറ്റും ഇരിക്കണതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ നിങ്ങളോട് ചോദ്യമൊക്കെ ചോദിക്കും, ലൈക്ക് ഗെയിമിനെ കുറിച്ച് റിവ്യൂ ഒക്കെ ചോദിക്കും. നിങ്ങൾ നമ്മുടെ ഗോഡ്സ് ഓൺ ബ്ലാസ്റ്റേഴ്സ് ചാനലിൽ യെസ്, യു ക്യാൻ ബി ദ ലക്കി ഗായ്സ്. ലൈക്ക് എത്ര പേര് വന്നോ അത്രയും ഗുണമാണ്. അപ്പം നമുക്ക് വി ക്യാൻ യൂസ് ദിസ് സ്റ്റാൻഡ് അല്ലേ. സോ വി ഗോണ റോക്ക് ഇറ്റ്. നമുക്ക് ഒരു പെർക്കഷനിസ്റ്റ് ഉണ്ട്, രാജീവ് വാര്യർ പെർക്കഷനിസ്റ്റ് ആണ്. അപ്പൊ ചിലപ്പോ രാജീവ് ചെണ്ട കൊട്ടും. പക്ഷെ പുള്ളിയുടെ കൈ ചെയ്തുണ്ടോ ഇവിടെയൊക്കെ സീനായിട്ടിരിക്കുകയാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. അതെ, എന്നിട്ടാണ് പുള്ളി പാടിയത്. സോ നമുക്ക് സ്റ്റേഡിയത്തിൽ അടിച്ചു പൊളിക്കാം. ഓക്കെ ഗൈസ്, സോ ദിസ് ഈസ് ദ ചാൻഡ് വീഡിയോ. ഇനി വേറെ എന്തെങ്കിലും പറയണ്ടോ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം നമുക്ക് എന്നാ പാട്ട് പാടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ഈ പാട്ട് പാടും. നിങ്ങൾക്ക് പാട്ട് വേണമെങ്കിൽ പഠിച്ചെടുത്തോ. ഓക്കെ. പച്ചപ്പുല്ലിൻ മെത്ത വിരിച്ച് കൊമ്പന്മാരും നെഞ്ചു വിരിച്ച് മഞ്ഞ നിറം വാരി വിതറിയ മൈതാനങ്ങൾ കണ്ടോ. മഞ്ഞ നിറം വാരി വിതറിയ മൈതാനം കണ്ടോ. ആ ഏ ഓ. Here we go. ആ ഏ ഓ. Repeat.
ഇതെല്ലാവരും കൂടെ പാടണമെന്ന് ആലോചിച്ച് നോക്കിയേ സ്റ്റേഡിയത്തില്. It's gonna be awesome. Again. So this is Octave, Rajiv Nitin. signing off. Bye bye. Bye. Welcome Ciao. welcome with us to the stadium. Let's do the chant. Yeah. Bye. Toodles.